എടുക്കുന്നില്ല. കിച്ചു കിച്ചു അമ്മയാടാ, എവിടാ പന്ന? അപ്പൊ നമ്മുടെ കിച്ചു രേണു സുധി വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇത് മാത്രമാണല്ലോ. അത് പിന്നെ സ്വാഭാവികം, കാരണം അമ്മാതിരി വെളിപ്പെടുത്തലല്ലേ 2 ദിവസം മുമ്പേ കിച്ചു നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് രേണുവിനെതിരെ കിച്ചു എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. ഒറ്റപ്പെടലിന്റെ ഭീകര അവസ്ഥയിലൂടെയാണ് കിച്ചു ചെറുപ്പ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അതിനെക്കുറിച്ചെല്ലാം കിച്ചു തുറന്നു പറയുന്ന വീഡിയോ ഇപ്പൊ ഏകദേശം 1 മില്യൺ കഴിഞ്ഞു. എന്നാലും കിച്ചുവിന് ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുമാതിരി അന്യൻ സിനിമയിലെ വിക്രമിനെ പോലെയാണ് അല്ലെ. ആദ്യം കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതാ ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ഒരു റീല് പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും കരഞ്ഞുകൊണ്ടുള്ള അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം. സത്യം പറഞ്ഞാണെങ്കിൽ ഇപ്പൊ രേണുസുധിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. എനിവേസ് നമ്മുടെ വിഷയം അതൊന്നുമല്ല. രേണുസുധി ഇന്നലെ കൊണ്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ രേണുസുധി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ആ വീഡിയോ ഇന്നലെ റിയാക്ട് ചെയ്തതാണ്, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയതായിരുന്നു. കുറച്ച് ആളുകൾ ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഞാൻ എന്തായാലും രേണുസുധി ആ പറയുന്ന ഭാഗം ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. ഓക്കെ, കിച്ചുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മിനിഞ്ഞാന്ന് വരെ അവൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവന് വേണ്ട പൈസ എല്ലാം അയച്ചു കൊടുത്ത ഒരു അമ്മയാണ് ഞാൻ. എന്നിട്ടും അവൻ എനിക്കെതിരെ വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിലാണ് രേണുവിടെ സംസാരിച്ചു വെക്കുന്നത് അല്ലേ. എന്തായാലും ഇതിന് പിന്നാലെ കിച്ചുവിന് പണം അയച്ചു കൊടുത്തതിന് സ്ക്രീൻഷോട്ടും ഈ പറഞ്ഞ രേണുസുധി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചു തരാം. മാർച്ച് 5-ാം തീയതി 200 രൂപ, അതേ മാർച്ച് 5-ാം തീയതി 300 രൂപ, പിന്നെ അയച്ചു കൊടുക്കുന്നത് മാർച്ച് 14-നാണ്. എത്രയാണ് രൂപ? 200 രൂപ തന്നെ. പിന്നെ മാർച്ച് 17 200 രൂപ, പിന്നെ മാർച്ച് 18 250, പിന്നെ മാർച്ച് 20 500 രൂപ, പിന്നെ മാർച്ച് 24 500 രൂപ. ഇത്രയുമാണ് പേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി രേണുസുധി കിച്ചുവിന് അയച്ചു കൊടുത്തത് 500 രൂപയാണ്. അയച്ചു കൊടുത്ത ഡേറ്റ് നിങ്ങൾ കണ്ടല്ലോ, മാർച്ച് 24. ഈ മാർച്ച് 24 500 രൂപ കൈപ്പറ്റിയതിനു ശേഷമാണ് മാർച്ച് 27 എങ്ങാണ്ടും രേണുസുധിക്കെതിരെ ഈ പറയുന്ന കിച്ചു വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് രേണു പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. രേണുവിന്റെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങി 2 ദിവസം കഴിഞ്ഞ് രേണുവിനെതിരെ വീഡിയോ കിച്ചു ചെയ്തു എന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ കിച്ചുവിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് രേണുസുധിയാണ്. മാത്രമല്ല രേണു കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസ നിങ്ങൾ കണ്ടല്ലോ, 200 രൂപയും 300 രൂപയ്ക്കാണ്. ആകെ ഒരൊറ്റ തവണ 500 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം വൈച്ചെലവിന് പെട്രോൾ അടിക്കാനും മാത്രമേ തികയത്തുള്ളൂ. അല്ലാണ്ട് അവന് ഈ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കാനൊന്നും പറ്റത്തില്ല. അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, അവന് വൈച്ചെലവിനാണെങ്കിലും കുറച്ച് പൈസയെങ്കിലും രേണുസുധി അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് പണം മാത്രം കിട്ടിയാൽ മതിയോ? ഒരിക്കലുമല്ല. പണത്തിനേക്കാളും മുകളിൽ അവന് വേണ്ടത് നല്ല പാരന്റിങ്ങും നല്ല കെയറിംഗുമാണ്. അതൊരിക്കലും രേണുവിൽ നിന്നും ഒരിക്കൽ പോലും കിച്ചുവിന് കിട്ടിയിട്ടില്ല. അത് കിച്ചുവിന്റെ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാക്കും. കിച്ചു തന്റെ വീഡിയോയിൽ രേണുവിനെ കുറിച്ച് പറഞ്ഞതാണ്, തന്റെ അച്ഛനായിട്ടുള്ള കൊല്ലം സുധിയെ കെട്ടിയതിനു ശേഷം രേണു തന്നെ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് കിച്ചു പറഞ്ഞു വെക്കുന്നത് അല്ലെ. എന്തിനു പറയുന്നു? രേണുവിനെ കെട്ടിയതിനു ശേഷം കൊല്ലം സുധി തന്നെ ആകെ അങ്ങ് മാറിപ്പോയി. അതുവരെ മകനെ നന്നായി കെയർ ചെയ്തിരുന്ന കൊല്ലം സുധി പോലും പിന്നീട് വേണ്ട രീതിയിൽ മകനെ കെയർ ചെയ്യാതായി. അതോടെ കിച്ചുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഒരു മുറിക്കുള്ളിൽ അവന്റെ ജീവിതം അങ്ങ് ഒതുക്കിപ്പോയി. ഒരു കമ്പ്യൂട്ടറിന് മുകളിൽ ഗെയിം കളിച്ച മാത്രം അവന്റെ ജീവിതം അങ്ങ് ഒതുക്കിപ്പോയി. ഇടയ്ക്കെപ്പോഴെങ്കിലും ഫുഡ് കൊണ്ടുപോയി തരാൻ വേണ്ടി അച്ഛൻ വരുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് കിച്ചുവിന് കിട്ടിയിരുന്നില്ല. ഇതിനെക്കുറിച്ചാണ് കിച്ചു സംസാരിക്കാനും അഡ്രസ് ചെയ്യാനും ശ്രമിച്ചത്. അത് കിച്ചുവിന്റെ വീഡിയോ കാണേണ്ട ഏതൊരാൾക്കും മനസ്സിലാകും. എന്നിട്ട് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കാത്ത, ഇങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യാത്ത രേണു കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഓരോ ഇന്റർവ്യൂകൾ കയറി ഇറങ്ങുന്നു, കിച്ചുവിനെ പൊക്കി അടിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്നു. അവൻ എന്റെ മകനാണ്, എന്റെ ജീവനാണ്, എനിക്ക് എന്റെ സ്വന്തം മകനായ ഋതുപ്പനേക്കാളും എനിക്കിഷ്ടം കിച്ചുവിനെയാണ്, അവനാണ് എന്നെ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചെന്നൊക്കെ ഇങ്ങനെ തള്ളി വിടായിരുന്നു. ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം വെറും പബ്ലിക് അറ്റൻഷന് വേണ്ടിയുള്ള പേക്കൂത്തുകളാണ് എന്ന് കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴല്ല എല്ലാവർക്കും മനസ്സിലായത്. എന്തിനു പറയുന്നു? ഇന്നലെ ജാങ്കോ സ്പേസ് ടിവി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ രേണുവിന്റെ പഴയൊരു ഇന്റർവ്യൂ വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ ഓൺലൈൻ മീഡിയക്കാർ പഴയ ഇന്റർവ്യൂകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് റീ അപ്ലോഡ് ചെയ്യും. എന്തായാലും ആ ഇന്റർവ്യൂവിൽ പോലും രേണുസുധി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. ഉള്ളത് പറയാലോ, ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടോക്കി. കിച്ചുവിനെ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞ സംസാരിക്കും. ആദ്യം അവനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്.
എന്നെ അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എന്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചാൽ ആദ്യം. അതൊരിക്കലും എന്താ പറയാ സ്നേഹം കൊണ്ട് ഒലിക്കാണല്ലേ. എന്റെ ഋതപ്പൻ എന്നെ അമ്മാന്ന് വിളിക്കുന്നതിന് മുമ്പ് എന്നെ ആദ്യം അമ്മാന്ന് വിളിച്ചത് കിച്ചുവാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ അന്ന് കേട്ട സമയത്ത് എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇതൊക്കെ ഫുള്ളും പബ്ലിക് അറ്റൻഷന് വേണ്ടിയുള്ള അഭിനയമായിരുന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എന്തായാലും ഇനി ഇതിനെല്ലാം ശേഷം പുള്ളിക്കാരി കിച്ചുവിനെ ലൈവായിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് പെർമിഷനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് അതിനേക്കാളും മുട്ടം കോമഡി ആയിട്ട് നമുക്ക് എന്തായാലും അന്ന് കണ്ടോക്കാം. ഒന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചു ആയിട്ട്. ഇപ്പൊ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം. വിളിച്ചിട്ട് പറയൂ എനിക്ക് എടാ ഇങ്ങനെ ഒരു വെബ് സീരീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു മോഡേൺ വേഷമാണ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചു. എനിക്ക് അതിന് മുമ്പ് പറയണ്ട എന്തായിരിക്കും അവൻ പറയണമെന്നൊന്നും പറയാം. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തേ മൈക്കിനോട് ചേർത്ത് വെച്ചാൽ. കിച്ചു കിച്ചു അമ്മയാടാ, എവിടാ പന്ന? ആണോ? എടാ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എടാ എനിക്കൊരു വെബ് സീരീസ് കിട്ടി, അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു, കുഴപ്പമുണ്ടോ നിനക്ക്? ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തോളെന്ന് അറിയാം. ഓക്കേടാ ശരി, വീട്ടിലോട്ട് വാട്ടോ. ഓക്കേടാ ബൈ ബൈ ശരി. നിങ്ങൾ എന്താണ് അച്ഛാ ചെയ്തു തള്ളേ, എന്തിനാണ് എന്നെ വെറുപ്പിക്കാൻ വരുന്നത് എന്നൊരു ടോളിലാണ് ഇവിടെ കിച്ചു സംസാരിച്ചത് അല്ലേ. അത് അന്ന് മനസ്സിലായില്ലായിരുന്നു, പക്ഷെ ഇപ്പം പുരിയല്ലേ. എന്തൊക്കെയാണ് ഇവിടെ രേണു കാട്ടിക്കൂട്ടുന്നത് അല്ലേ. മകനെ കുറിച്ച് പൊക്കി പറയുന്നു, മകനെ വിളിച്ച് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോട്ടെ എന്ന് പെർമിഷൻ എടുക്കുന്നു. എന്തൊരു സ്നേഹനിധി ആയിട്ടുള്ള ഒരു അമ്മയാണെന്ന് നോക്കിയ നിങ്ങൾ. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഭൂരിഭാഗം കാര്യങ്ങളും പബ്ലിക് അറ്റൻഷന് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും അത് കണ്ണടിച്ച് വിശ്വസിക്കരുത്. അതിന് ഉത്തമ ഉദാഹരണമാണ് രേണു സുധിയും കിച്ചു സുധിയും. ഇനിയും ഇവരുടെ പണ്ടത്തെ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് കൊട്ടാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കടന്ന് പോരാടിപ്പിക്കുന്നില്ല. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ഈ രേണു സുധിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സജീന വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. സജീന വ്ലോഗ്സിനെ അറിയാലോ, രേണു സുധിന്റെ കട്ട ചെങ്കാണ്. പുള്ളിക്കാർ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഈ മാസം 24-ാം തീയതി 24 ഇത് കണ്ടപ്പോ ഞാനും ഞെട്ടിപ്പോയെ. ഇങ്ങനെ ഇത് മാത്രമല്ല, ഞാൻ രേണുവിന്റെ വീട്ടിൽ ഒരു 3 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. ഈ 3 പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത്, ഒരു പ്രാവശ്യം ശ്രീതു ഉണ്ടായിരുന്നു, ചെന്നിരിക്കുന്ന സമയത്തൊക്കെ കിച്ചുവിന്റെ ഫോൺ വരും. അപ്പൊ തന്നെ രേണു ഫോൺ എടുക്കും. അമ്മ ചിലർ വല്ലതും ഉണ്ടാ സ്പീക്കറിലായിരിക്കും ഇടുന്നത്, ഞങ്ങൾ കേൾക്കട്ടെന്ന് വിചാരിച്ചോണ്ട് അവള് സ്പീക്കറിൽ തന്നെ ഇടുന്നു. അതാണ് അവസാനം പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് കിച്ചു രേണുവിന് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കും. അപ്പൊ അന്നേരം ഇവരൊക്കെ അടുത്തുണ്ടാക്കുന്ന സമയത്ത് രേണു എന്താക്കും, കിച്ചുവിനോട് സംസാരിക്കുന്ന സമയത്ത് കരുതിക്കൂട്ടി ലൗഡ് സ്പീക്കറിൽ ഇടുമ്പോഴും എന്തിനാണത്, കിച്ചുവിന് താൻ പണം കൊടുക്കുന്നുണ്ട് എന്ന് ഇവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ രേണു സുധി എത്രത്തോളം മോശം പാരന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണങ്ങളൊന്നും ആലോചിച്ച് നോക്കി, ഏതൊരു പാരന്റ് ആണെങ്കിലും മകൻ വിളിക്കുന്ന സമയത്ത്, അത് വളർത്തു മകനോ അല്ലെങ്കിൽ സ്വന്തം മകനോ ആയിക്കോട്ടെ, മകൻ വിളിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊപ്പമാണെങ്കിൽ എന്താണ് ചെയ്യാറുള്ളത്, നമ്മുടെ അമ്മ എന്താണ് ചെയ്യാറുള്ളത്, നേരെ ആ സ്ഥലത്ത് നിന്ന് മാറും അല്ലേ. എന്നിട്ട് ആരും കേൾക്കാത്ത രീതിയിൽ സംസാരിക്കും അല്ലേ. കാരണം എന്താണ്, മകൻ അല്ലെങ്കിൽ മകൾ ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. അത് ആരും അറിയണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. പക്ഷെ രേണുസുധിന്റെ കേസിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. രേണുവിന് കിച്ചുവിന്റെ കോള് വരുന്നുണ്ടോ, രേണു അന്നേരം ആദ്യം നോക്കുന്നത് ചുറ്റും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ എന്താക്കും, അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇടും. മോസ്റ്റ് ഓഫ് ദ കേസിലും കിച്ചു രേണുവിനെ വിളിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് രേണു എന്താക്കുന്നത്, ലൗഡ് സ്പീക്കർ ഇടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കിച്ചു രേണുവിനോട് പണം ചോദിക്കുന്നതും രേണു പണം അയച്ചു കൊടുക്കുന്നതും ഒക്കെ ചുറ്റുമുള്ളവരൊക്കെ അറിയും. അതോടെ അവരൊക്കെ രേണുവിനെ വലിയ സംഭവമായി കാണുമല്ലോ. മകന്റെ എന്താവശ്യവും നിറവേറുന്ന തങ്കവതിയായിട്ടുള്ള അമ്മ ഹോ എന്നുള്ളതായിരിക്കും അവരൊക്കെ വിചാരിക്കുക അല്ലെ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രേണു ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അത് രേണുവിന്റെ സുഹൃത്തായിട്ടുള്ള സജിനെ വായന ഇപ്പൊ വന്നല്ലോ. ഇതിപ്പോ മൊത്തത്തിൽ രേണുവിനെ വിളിപ്പിക്കാൻ വന്നിട്ട് കൂടുതൽ രേണുവിനെ എക്സ്പോസ് ആക്കിയ പോലെ ആയല്ലോ സജീനെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അമ്മ ചിലരെല്ലാം ഉണ്ട്, ഉണ്ട് ഇപ്പൊ അയച്ചു തരാം. ഈ ടോക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് വീഡിയോയിൽ കൊടുത്തേക്കാം. ലാസ്റ്റ് അവൾ അയച്ചിരിക്കുന്നത് 24-ാം തീയതിയാണ്, മാർച്ച് 24. ഇത് ഇന്ന് എത്ര തീയതി, 29. അപ്പൊ 3 ദിവസത്തിന് മുന്നേ വരെയും രേണു സുധിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഈ കിച്ചു കാണിച്ചത്. അപ്പം അത് എങ്ങനെയാണ് കാണിച്ചത്, എന്താണ് കാണിച്ചതെന്നുള്ളത് ഇപ്പൊ പകൽ പോലെ എല്ലാവർക്കും വ്യക്തവുമായി സ്പഷ്ടമായി. പക്ഷെ അത് നിലനിൽക്കാൻ പോകുന്നില്ല കേട്ടാ. സത്യം ഏതാണെങ്കിലും അതിപ്പോ ചോദിക്കുക, സത്യം ജയിക്കട്ടെ. അത് ഏത് രീതിയിലുള്ള സത്യമാണെങ്കിലും, അവിടെ അവന്റെ ഭാഗത്താണ് സത്യമെങ്കിലും ഇവിടെ ഭാഗത്താണ് സത്യമെങ്കിലും സത്യം ജയിക്കട്ടെ. സത്യം തന്നെ ജയിക്കൂ. തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെക്കാൻ പറ്റും, എന്തിനെ, സത്യത്തെ. പക്ഷെ അത് നെടുനാളും നിൽക്കില്ല. സത്യം മറന്നീക്ക് പുറത്ത് വരിക തന്നെ. അതെ, അങ്ങനെ മറന്നീക്ക് പുറത്തു വന്നതാണല്ലോ നമ്മളിപ്പോ കണ്ടത്. ഇത്രയും കാലം രേണു സുധി കിച്ചുവിന്റെ ഉത്തമമായിട്ടുള്ള അമ്മ എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ചു നിന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്തായിരുന്നു, ആയ കാലത്ത് ആ തള്ള കിച്ചുവിനെ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. അതായിരുന്നല്ലോ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇപ്പൊ മറന്നീക്കി പുറത്തു വന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ സജീന പറഞ്ഞത് കറക്റ്റ് ആണ്. സത്യം എന്നാലും മറന്നീക്കി പുറത്തു വന്നു കഴിഞ്ഞല്ലോ. എന്തായാലും ബാക്കി പറ സജീനെ. ഈ നിമിഷം വരെ അത് തന്നെയാണ് ചരിത്രവും.
അയച്ചിരിക്കുന്നത് കണ്ട 24, 20 ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി 2 പ്രാവശ്യമാണ് അയച്ചിരിക്കുന്നത്. മാർച്ച് 5, 14, 17, 18, 20, 24 ദിവസങ്ങളിൽ അയച്ചിരിക്കുന്നതാ. ഞാൻ അതിനകത്ത് കൊടുക്കാം. അതൊന്ന് എന്തൊന്ന് ഇവളുടെ വർത്താനം കേട്ടാൽ തോന്നും രേണുസുതി കിച്ചുവിന് അയച്ചു കൊടുത്തത് ലക്ഷങ്ങളാണെന്ന്. ആ ലെവലിലാണ് സംസാരിക്കുന്നത്. 500, 200, 300 ഒക്കെ അല്ലേ, അത് അവന്റെ വയച്ചെലവിന് വരെ തികയുന്നുള്ള സംശയമാണ്. അതുകൊണ്ട് അത് ഇവിടെ സജീന, ഇതൊക്കെ ഇവിടുത്തെ എല്ലാ പാരന്റ്സും ചെയ്യുന്നതാണ്. ഇതൊന്നും വലിയ സംഭവമാക്കി പൊക്കി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഉള്ളത് പറയാലോ, മുട്ടൻ കോമഡി ആയിക്കുന്ന കാര്യങ്ങൾ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനി രേണുസുതിയുടെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള നമ്മുടെ ജാസിക്കാക്ക ഇതേമാതിരി രേണുവിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കണ്ടുനോക്കാം. ഇപ്പൊ കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. എന്ത് നുണയാണ്? കിച്ചു എവിടെയും പറഞ്ഞിട്ടില്ല രേണു എനിക്ക് ക്യാഷ് തരാറില്ല എന്നുള്ളത്. കിച്ചു ആകെ പറഞ്ഞെന്താണ്, ആയ കാലത്തിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാണ്ട് ക്യാഷ് ഒന്നും തരാറില്ല എന്ന് കിച്ചു എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസിനെ അത് പ്രൂവ് ചെയ്യും. ചുമ്മാ വായ്ത്താൾ അടിക്കാനല്ലാണ്ട് നിനക്ക് എന്താ അറിയാ ജാസി? പിന്നെ ആരാണ് ഈ കള്ളത്തെ കുറിച്ച് പറയണത് നോക്കണം നിങ്ങൾ. കള്ളം കൊണ്ട് ചീട്ട് കൊട്ടാരം പണിയുന്ന ചെങ്ങയാണ് കള്ളത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. എന്തായാലും ബാക്കി പറ. എന്തായാലും കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപ ഒന്നല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട വ്യക്തി, അപ്പൊ എനിക്കത് പറയാം. അല്ല ജാസി, ഈ അത്യാവശ്യം നല്ല എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര റുപ്യ വരും? 1 ലക്ഷമോ 2 ലക്ഷമോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. 200, 300 അല്ലാന്നുണ്ടെങ്കിൽ കൂടി പോയി 500 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ 1000 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഇവിടെ ജാസി പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് തന്റെ കൺമുന്നിൽ നിന്നും രേണുസുതി ഈ പറഞ്ഞ കിച്ചുവിന് പണം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത്. അതായത് തന്റെ കൺമുന്നിൽ നിന്നും രേണുസുതി കിച്ചുവിന് പണം അയച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ തൊട്ടു മുമ്പ് പ്ലേ ചെയ്ത വീഡിയോയിൽ സജീന വ്ളോഗ്സും പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കൂട്ടി കഴിച്ച് നോക്കി രേണുസുതി കിച്ചുവിന് പണം അയച്ചു കൊടുക്കുന്നത് പോലും ഒരു പബ്ലിക് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. തന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും തനിക്ക് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം വലിയ ഫേക്ക് പാരന്റ് ആയിരുന്നു രേണുസുതി എന്നുള്ളത്. രേണുസുതി ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിലും രേണുസുതി നോക്കിയിരുന്നത് പേഴ്സണൽ ബെനിഫിറ്റ് ആണ്, തന്റെ റീച്ചും ഫെയിമുമാണ്. കിച്ചുവിനോടുള്ള സ്നേഹത്തിൽ പോലും പുള്ളിക്കാരി അത് മാത്രമാണ് നോക്കിയിരുന്നത്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊരു അമ്മയാണ് 4 ആള് കാണേ സ്വന്തം മകന് പൈസ കൊടുക്കുക? എന്റെ ഉമ്മയൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്റെ ഉമ്മയും എന്റെ വല്യമ്മയും എല്ലാവരും എനിക്ക് ഇഷ്ടംപോലെ പണം തന്നിട്ടുണ്ട്, പോക്കറ്റ് മണി ആയിട്ട്. ഇഷ്ടംപോലെ എന്ന് പറയുമ്പോൾ 20,000, 30,000 ഒന്നല്ല കേട്ടോ. ഇടയ്ക്കിടെ 100 റുപ്യായിട്ടും 50 റുപ്യക്കായിട്ട് ചില്ലറായിട്ട് തരാറുണ്ട്. നമുക്കൊക്കെ അവർ തരുന്നൊരു രീതി ഉണ്ട്. അതെങ്ങനെയാണ്? ആരും കാണാത്ത നമ്മളെ സൈഡിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തരാനുള്ള പണം കുറെ ചുരുട്ടിക്കിട്ട് അങ്ങ് കയ്യിൽ വെച്ച് തരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആ പണം കിട്ടിയ ഉടനെ തന്നെ അങ്ങ് റൂമിലേക്ക് ഓടും. എന്നിട്ട് വാതിൽ കുറ്റിയിട്ട് കിട്ടിയ പൈസ എത്രയാണെന്ന് നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് മക്കളെ, അതൊക്കെ പറഞ്ഞറിയിക്കാവുന്ന അപ്പുറമാണ്. അതാണ് യഥാർത്ഥ മാതൃസ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ രേണുവിന്റെ കേസിൽ സംഭവിക്കുന്നത് എന്താണ്? മാക്സിമം അറിയിക്കാവുന്നവരൊക്കെ അറിയിച്ചിട്ടാണ് കിച്ചുവിന് പൈസ കൊടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് വേണ്ടത് റീച്ചും ഫെയിമുമാണ്. 4 ആളെ മുന്നിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കലാണ്. വെറുതെ അല്ലേ കിച്ചു രേണുവിനെതിരെ ഇങ്ങനെയൊക്കെ തുറന്ന് സംസാരിച്ചത്? ഇതല്ലേ കയ്യിലിരിപ്പ്. എനിവേ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതിനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി കിച്ചുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരു സംഭവത്തെയും കുറിച്ചും കൂടി പറയേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ നിലവിൽ കിച്ചുവിന് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഷെഫീന ബീവി. ഇപ്പൊ കിച്ചു രേണുസുതി വിഷയവുമായി ബന്ധപ്പെട്ട് ഷെഫീന ബീവി നിരത്തി വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലെ. വീഡിയോസ് ചെയ്യുക മാത്രമല്ല, ഈ പറഞ്ഞ ഷെഫീന ബീവി കിച്ചുവിനെ നേരിൽ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒക്കെ അവർ പബ്ലിക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷെഫീന ബീവി ചെയ്ത പരിപാടി എന്താണ്? ഷെഫീന ബീവി ചെയ്തൊരു വീഡിയോക്ക് താഴെ കിച്ചുവിന്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് കമന്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നു. എന്നിട്ട് പറയാണ് ആരെങ്കിലൊക്കെ കിച്ചുവിനെ സഹായിക്കാൻ. ഞാൻ വേണമെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. എന്തായാലും ഇത്രയൊക്കെ അയച്ചതൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഷെഫീനയോടാണ്. ഇങ്ങനെ സഹായം വാങ്ങിക്കാൻ മാത്രം ഗതികെട്ട അവസ്ഥയിലാണ് കിച്ചുള്ളത്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അവൻ അത്യാവശ്യം ഇന്ന് കയറി കിടക്കാൻ ഒരു വീടുണ്ട്, അവന്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്, അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ അവന് നല്ല വരുമാനവും ഉണ്ട്. അങ്ങനെയുള്ള അവന് എന്തിനാണ് ഇപ്പൊ ചാരിറ്റിന്റെ ആവശ്യം? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. മാത്രമല്ല അവന്റെ പ്രായം എന്ന് പറയുന്നത് 20-21 വയസ്സെങ്ങാനുമാണ്. ഈ പ്രായത്തിൽ ഇവരിങ്ങനെ കുറെ പണം അനാവശ്യമായി ചാരിറ്റി ആയി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ അവന് വഴി പിരിച്ചു പോകാൻ എല്ലാ സാധ്യതയും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട് ഒരു കാരണവശാലും ആരവന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പകരം സോഷ്യൽ മീഡിയയിൽ അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവന്റെ വിഷയം പബ്ലിക്കിന് മുന്നിൽ റൈസ് ചെയ്യുക, അല്ലാതെ അനാവശ്യമായി സാമ്പത്തിക സഹായം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പം അവനെ സാമ്പത്തികമായിട്ട് ആരും സഹായിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഷെഫീൻ എങ്ങനെ കിച്ചുവിന്റെ ബാങ്ക് അക്കൗണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കിച്ചു തന്നെ ഫോം വിളിച്ച് പറഞ്ഞത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യം. ഇനിവേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പ വശം എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് അവസാനമായി ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ ഒരു അമ്മ ഈ ജന്മത്തിൽ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. സ്വന്തം പബ്ലിക് അറ്റൻഷനും സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടി മക്കളെ കരവാക്കുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിൽ പരം മക്കൾക്ക് എന്ത് പരീക്ഷണമാണ് വരാനുള്ളത് അല്ലെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.